പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അമ്മ മാതാവിലൂടെയും യോസേപ്പ് പിതാവിലൂടെയും അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ജീവിത വഴികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ വഴിയിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ പ്രത്യേകമാവിധം സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ പ്രാർത്ഥനയിൽ നന്ദിയോടെ ഞങ്ങളെ മുഴുവനായും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ദിവ്യമായ രഹസ്യങ്ങൾ ഞങ്ങളെ വിജയത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നയിക്കുന്ന ദിവ്യരഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും, ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും, ഇവരുടെ വേദനകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള്, നിസ്സഹായാവസ്ഥകള് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ നാമത്തിൽ തന്നെ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ ജീവിതത്തിലെ ബലഹീനതകള്, ചില പൈശാചിക പീഡകള്, ചില അടിമത്തങ്ങള്, ഈ മക്കളും ഇവരുടെ കുടുംബാംഗങ്ങൾ പെട്ടുകിടക്കുന്ന ചില കെണികള്, ഈശോയെ, അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഈ മക്കളെ വിടുവിക്കണമേ. ആരോഗ്യം നൽകി, സന്തോഷം നൽകി, സമാധാനം നൽകി, വലിയ വിടുതൽ നൽകി അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. അതിനായിട്ട് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിലും യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ സകല നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മ മാതാവും യോസേപ്പ് പിതാവും നമ്മെ ഒത്തിരി വഴികൾ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയാണ്, ധ്യാനിക്കുകയാണ്. നമ്മൾ ഇന്ന് പ്രത്യേകം ചിന്തിക്കുന്ന ഒരു വലിയ വിഷയം, പരിശുദ്ധ അമ്മയെ നമ്മൾ സ്വന്തമാക്കേണ്ട ഒരു വലിയ മേഖല അമ്മയുടെ സ്തോത്രഗീതമാണ്. ആ സ്തോത്രഗീതത്തില് അമ്മയുടെ ഒരു മനോഭാവം അമ്മ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവം ഇന്ന് നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നിറയപ്പെടാൻ വേണ്ടി അതിശക്തമായിട്ട് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിലും യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തിലും നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഈ സ്തോത്രഗീതത്തില് മാതാവ് പറയുന്ന വലിയ കാര്യം, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുത്തെ തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാതാവിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയാണ്? അമ്മ പറയാണ്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും പറയാ, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദം, സന്തോഷം എപ്പോഴും ദൈവത്തിലായിരിക്കും. അമ്മ മാതാവ് ഈ ലോകത്തിൽ ഒന്നിനും അല്ല സന്തോഷിച്ചു. ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ പറ്റിയൊരു വലിയൊരു തോൽവിയുടെ കാരണം അറിയോ? നമ്മൾ ഇവിടെയാണ് ആനന്ദം കണ്ടെത്തി നടക്കണേ. ഈ ലോകത്തില്, കൂട്ടുകെട്ടില്, സിനിമയില്, മൊബൈലില്, ഗെയിമില്. എന്നാൽ നമ്മുടെ ആനന്ദം, നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ സംതൃപ്തി എപ്പോഴും എവിടെയാണ്? ദൈവത്തിൽ. അതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവത്തിൽ ആനന്ദിക്കുന്നു. പറയാ, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ, ദൈവത്തിൽ ആനന്ദിക്കുന്ന മക്കൾ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്ന്, ദൈവത്തോട് വിധേയപ്പെട്ട്, ദൈവത്തിനു വേണ്ടി ആഗ്രഹിച്ച് താഴ്മയോടെ ആ താഴ്മയെ കടാക്ഷിച്ചു.
അങ്ങനെ ഒരു താഴ്മയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ സന്തോഷിച്ച് ജീവിക്കുന്ന മക്കൾ കണ്ട് അവിടുന്ന് നമ്മെ കടാക്ഷിക്കും, നമ്മുടെ കാര്യത്തില് ശ്രദ്ധിക്കും, കടാക്ഷിച്ചു. അതുകൊണ്ട് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ഉണ്ടോ. രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചപ്പോ ദൈവം കടാക്ഷിച്ചു. ദൈവം ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ഭാഗ്യവതി എന്ന് സകല തലമുറകളും ഇപ്പോൾ മുതൽ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. കണ്ടോ എന്റെ മക്കളെ, ഈ അമ്മയെ നമ്മൾ കണ്ടുപിടിക്കണം. ഏറ്റവും എളിമയോടെ, ശാന്തതയോടെ, സ്നേഹത്തോടെ, വിശുദ്ധിയോടെ ജീവിച്ച പരിശുദ്ധി അമ്മ, ദൈവത്തിൽ മാത്രം. ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ പറ്റിയൊരു വലിയൊരു മേഖല, പരാജയത്തിന്റെ കാരണം വീണ്ടും പറയാണ്, ദൈവത്തിൽ ആനന്ദം കണ്ടെത്താതെ, ദൈവത്തിൽ സംതൃപ്തി കണ്ടെത്താതെ പോയി. നമുക്കറിയാം, നമ്മുടെ സന്തോഷവും സംതൃപ്തിയും ബലവും ശക്തിയും എല്ലാത്തിന്റെ അടിസ്ഥാനം ദൈവം തന്നതിനകത്ത് എന്തുണ്ട്? ശരിക്കും പറഞ്ഞത് അങ്ങനെയാണ്. നമ്മളത് എന്തൊക്കെയോ കൊണ്ട് മറന്നുപോയി. അവർക്ക് ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്. ഇതെല്ലാം ദൈവം തന്നതാ. ദൈവം തന്ന വലിയ കാര്യങ്ങളാ. അതറിഞ്ഞ് ആ താഴ്മ എടുക്കുന്നുണ്ടല്ലോ, ആ ബുദ്ധി കൊണ്ട് പഠിക്കും, ആ ബുദ്ധി കൊണ്ട് നല്ല ചെയ്യും, ആ ബുദ്ധി കൊണ്ട് നമ്മൾ പ്രവർത്തിക്കും. ആരോഗ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ജോലി കൊണ്ട്, സൗകര്യം കൊണ്ട് ദൈവം തന്നതാ. ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യത്തില്ല. ഇന്ന് ഇതൊക്കെ കിട്ടിയിട്ട് മക്കള് സമയം പാഴാക്കി, മൊബൈലിൽ ഗെയിമുകളിൽ സമയം പാഴാക്കി. ദൈവം തന്നത് എന്തിനാ? ദൈവത്തെ മഹത്വപ്പെടുത്താനാ. കേട്ടോ, അതാ പറഞ്ഞില്ലേ, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്താൻ എന്താ മഹത്വപ്പെടുത്താൻ പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു പുരോഹിതനാണ്. എന്റെ പൗരോഹിത്യം കൊണ്ട് ദൈവികമായ കാര്യങ്ങൾ ചെയ്ത് എന്റെ പൗരോഹിത്യത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിനക്ക് പഠിക്കാനുള്ള സമയമുണ്ട്, ബുദ്ധിയുണ്ട്, സൗകര്യമുണ്ട്, ജോലിയുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ശരീരമുണ്ട്, സൗന്ദര്യമുണ്ട്, എന്തൊക്കെയുണ്ടോ ദൈവം തന്നതാ. അതുകൊണ്ട് അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്ന് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഓർത്തേക്ക്, നിങ്ങൾക്കുള്ളത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറയില്ല, നമുക്കുള്ളത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ? അതോ സ്വന്തം സുഖത്തിനു വേണ്ടി, സ്വന്തം താല്പര്യത്തിനു വേണ്ടി ദൈവത്തെ അവഗണിച്ച്, ദൈവത്തെ മാറ്റി നിർത്തി, ദൈവത്തെ മഹത്വപ്പെടുത്താതെ നമ്മൾ ജീവിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു പോകും. ദൈവം പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിക്കാതെ, ഇപ്പൊ ഞാൻ പറയാം, പഠിക്കേണ്ട മക്കൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ മൊബൈൽ കണ്ട് അശ്രദ്ധമായി ചെലവഴിച്ചാൽ ദൈവം തന്റെ വലിയ കാര്യങ്ങൾ നമ്മിൽ പ്രകടമാക്കില്ല. കണ്ടോ, ഇവിടെ പറയുന്നത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മൾ ഇതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൽ ആനന്ദിച്ചു പോയാണല്ലോ, കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗ്യപ്പെട്ട മക്കളായിട്ട് മാറും. അതുകൊണ്ട് മാതാവിനെ കണ്ടു പഠിക്കാൻ ഇനി ഓരോരോ കാര്യങ്ങൾ മാതാവ് പറയുമ്പോ, മാതാവിന്റെ എളിമ, മാതാവിന്റെ ദൈവാശ്രയത്വം, മാതാവിന്റെ ഒരു സമർപ്പണം, മാതാവിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പരിശുദ്ധമ്മ അതിവ്യക്തമായിട്ട് സ്തോത്രഗീതത്തിൽ പറഞ്ഞുണ്ട്. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. പറയാ, ശക്തന്മാരെ സിംഹാസനത്തിൽ മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. പിന്നീട് കർത്താവ് ചെയ്ത പ്രവൃത്തിയാണ്. അതിലേക്കൊന്നും അഹങ്കരിക്കാതെ, സമ്പന്നതയില് വലിയ അഹങ്കരിക്കാതെ, എളിമയോടുകൂടി അമ്മയുടെ മനോഭാവത്തോടെ നമ്മൾ നിന്നാൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് നമ്മൾ ഉയർത്തും. കർത്താവ് ഉയർത്താതെ ആരും ഉയർത്തിയിട്ടെന്ത് കാര്യം? ഈ ഒരു മനോഭാവത്തോടെ ജീവിക്കാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവദാനത്തോട് നന്ദി പറഞ്ഞ് ആ എളിമയോടുകൂടി താഴ്മയോടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ജീവിച്ചാൽ അവിടുത്തെ കരബലം നമ്മുടെ മേൽ പ്രകടമാക്കും. കർത്താവിന്റെ ശക്തി പ്രകടമായാൽ നമ്മൾ ഭാഗ്യപ്പെട്ടവരായിട്ട് മാറും. കർത്താവിന്റെ മഹത്വം നമ്മൾ പ്രകടമാകും. അതുമതി നമ്മുടെ ജോലി, നമ്മുടെ പഠനം, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, പൗരോഹിത്യം, ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടാൻ. ഈ സ്തോത്ര ഗീതത്തിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കാൻ വേണ്ടി അമ്മ മാതാവിന്റെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, അമ്മ നമ്മെ സഹായിക്കും.
അമ്മയോട് ചേർന്ന് പിതാവിനോട് ചേർന്ന് സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കൃപകളും അനുഗ്രഹങ്ങളും നല്ല പാഠങ്ങളും നല്ല കൃപയുടെ ശക്തിയായ അഭിഷേകവും കൊണ്ട് ദൈവമായ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം പേരുണ്ട്. മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒരുങ്ങുക. ഇവിടെ മക്കളെ, ഇന്ന് ഇവിടെ അഖണ്ഡ ജപമാലയാണ്. നിങ്ങൾക്കറിയാലോ, 9 മണിക്ക് വിശുദ്ധ കുർബാനയോട് കൂടി അഖണ്ഡ ജപമാല ആരംഭിക്കും. ഇന്ന് മുഴുവനും, ഇന്ന് രാത്രിയും, നാളെ 6:30 വിശുദ്ധ കുർബാനയോട് കൂടി അവസാനിക്കുന്ന വലിയൊരു അഭിഷേകത്തിന്റെ ഒരു അഖണ്ഡ ജപമാലയാണ് ഇന്ന് ഒക്ടോബർ 26-ാം തീയതി ഈ ഞായറാഴ്ച ഇവിടെ നടത്തപ്പെടുക. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. സാധിക്കുന്ന എല്ലാവരും കടന്നു വരിക. ഇന്ന് സാബത്താണ്. ഇന്ന് കർത്താവിന്റെ ദിവസമാണ്. കർത്താവിന് കൂടി ഇരിക്കാനുള്ള ദിവസമാണ്. കർത്താവിന് വേണ്ടിയുള്ള ദിവസമാണ്. ഇതിന്റെ മഹത്വം മനസ്സിലാക്കി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി അച്ഛൻ ഈ പ്രഭാതത്തിൽ തന്നെ ക്ഷണിക്കുകയാണ്. ഇന്ന് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞില്ല, 24 മണിക്കൂർ വന്ന പോലെ 9 മണി മുതൽ നാളെ രാവിലെ ഒരു 8 മണി വരെ നമ്മൾ ശക്തമായ പ്രാർത്ഥനയിലാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരാധനകളൊക്കെ പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ആലയത്തിൽ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച് അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കും. 3 മണിക്ക് അച്ഛൻ പറഞ്ഞില്ലേ, 3 മണിക്ക് യുവമക്കൾക്ക് വേണ്ടി പ്രത്യേകം യുവമക്കൾ തന്നെ വന്ന് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മക്കളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ മക്കളെയും സാധിക്കുന്നവരൊക്കെ 3 മണിക്ക് സമയം നോക്കി പറഞ്ഞു വിടുക. എല്ലാത്തിനും വേണ്ടി കർത്താവിന്റെ ശക്തമായ ഇടപെടലായി പ്രാർത്ഥിക്കുന്നു. ആരാധന നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾ ഈ സമയം വിശ്വസിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെയും പഠിപ്പിക്കുന്ന വലിയ രഹസ്യങ്ങളെയോർത്ത്, പാഠങ്ങളെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മയിൽ നിറഞ്ഞ കൃപയാല് ഞങ്ങളെയും അങ്ങ് നിറയ്ക്കണമേ. അങ്ങയുടെ മനോഭാവം, അമ്മയുടെ എളിമ, അമ്മയുടെ സമർപ്പണം, അമ്മയുടെ കണ്ടെത്തല് ഞങ്ങൾക്കും ഉണ്ടാകട്ടെ. ഞങ്ങൾ ഈ ലോകത്തിൽ സന്തോഷിക്കാതെ ഞങ്ങളുടെ മക്കള് ഈ ലോകത്തിന്റെ കാര്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് സൗന്ദര്യത്തിന്റെ പിന്നാലെ, ജഡത്തിന്റെ പിന്നാലെ, ജഡിക സുഖത്തിന്റെ പിന്നാലെ, കൂട്ടുകെട്ടിന്റെ പിന്നാലെ, ഭക്ഷണത്തിന്റെ പിന്നാലെ, അങ്ങനെ പലതിലും ആനന്ദം തേടി, സന്തോഷം തേടി പോകുന്ന മക്കളാണ് ഞങ്ങളുടെ മക്കൾ. ഞങ്ങളും പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈശോയെ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങയിൽ ആനന്ദം കണ്ടെത്തുവാൻ, അങ്ങയിൽ സന്തോഷം കണ്ടെത്തുവാൻ, അങ്ങയുടെ ശക്തമായ കരബലം പ്രകടമാകത്തക്ക വിധം എളിമയോടെ വ്യാപരിക്കുവാൻ കർത്താവേ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഹങ്കരിച്ചാൽ ചിതറിക്കപ്പെടും എന്നങ്ങ് പറഞ്ഞു. മാതാവിനത് അറിയാമായിരുന്നു. അഹങ്കാരം, കർത്താവേ, സമ്പത്തിന്റെ അവസ്ഥ, കർത്താവ്, ഇതെല്ലാം ഞങ്ങള് അങ്ങയുടെ ദാനമായി കാണട്ടെ എന്നല്ല, അത് അങ്ങനെയാണല്ലോ കർത്താവേ. അതുപോലെ ഞങ്ങൾ മനസ്സിലാക്കട്ടെ, ഞങ്ങൾ സ്വീകരിക്കട്ടെ, നന്ദിയുള്ളവരായി ജീവിക്കട്ടെ, അങ്ങയിൽ മാത്രം സന്തോഷം കണ്ടെത്തട്ടെ. അങ്ങയുടെ കരബലം, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം അങ്ങയുടെ ശക്തിയുടെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കാനുള്ള വലിയ കൃപ കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. അങ്ങയിൽ ചേർന്ന് നിന്ന്, അങ്ങയെ ആശ്രയിച്ച്, അങ്ങയുടെ കൃപയ്ക്കുമേൽ കൃപയ്ക്കുമായിട്ട് അങ്ങയോട് ചേർന്ന് ഉദാസികൾ സ്വീകരിച്ച് അങ്ങയുടെ കരത്തിന്റെ താഴെ, അങ്ങയുടെ കരത്തിന്റെ കീഴെ എപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. അത് വിട്ടുപോകാതിരിക്കാൻ ഒരു തിരിച്ചറിവ് ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾക്കും എപ്പോഴും നൽകണമേ. എന്തുണ്ടായാലും കർത്താവേ, ഞങ്ങൾ അങ്ങയുടേതാണ്. അമ്മയ്ക്കെല്ലാം കിട്ടി, അമ്മയ്ക്ക് അങ്ങയെ തന്നെ കിട്ടി. എന്നിട്ടും എളിമയോടെ ദാസി എന്ന് പറഞ്ഞ് ആ ദാസിയുടെ താഴ്മയെ അംഗീകരിച്ച് സമർപ്പിച്ച പോലെ ഞങ്ങൾക്കും എളിമയോട് ജീവിക്കാൻ ഇടയാകട്ടെ. താഴ്മയോടെ ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. കൈവിട്ട് കളിക്കാതെ ദൈവം ദാനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ദാതാവായ അങ്ങയുടെ തിരുമുമ്പിൽ ഏറ്റവും താഴ്മയോടെ എളിമയോടെ നിന്ന് ശക്തനായവന് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ള ആ വലിയ തലത്തിൽ അങ്ങയോട് ചേർന്ന് കൃപയ്ക്കുമേൽ കൃപയും അങ്ങയുടെ കരബലത്തിന് ശക്തിക്കുമേൽ ശക്തിയിൽ
ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് പഠിച്ച് വിശുദ്ധി ജീവിച്ച് ലോകത്തിന്റെ പിന്നാലെ പോകാതെ, ജഡത്തിന്റെ പിന്നാലെ പോകാതെ, ഒരു പൈശാചിക ശക്തിക്ക് വിട്ടുകൊടുക്കാതെ, കണ്ണിക്കണ്ട സ്നേഹബന്ധത്തിന്റെ പിന്നാലെ പോകാതെ, ചീഞ്ഞളിഞ്ഞ ജീവിതത്തിലേക്ക് പോകാതെ, ലഹരിയുടെ പിന്നാലെ പോകാതെ, ശക്തനായ കർത്താവിന്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിന്ന് ജീവിക്കട്ടെ. അതിനോട് എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. അടിമത്തങ്ങൾ നീങ്ങിപ്പോകട്ടെ, ദുശ്ശീലങ്ങൾ മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, അനേക മക്കൾ മൊബൈലിന്റെ പിടിയിൽപ്പെട്ട് കർത്താവെ നശിച്ച് അടങ്ങി ഒടുങ്ങിപ്പോകുന്ന അവസ്ഥ. പഠനം മുടങ്ങുന്നു, ജീവിതം മുടങ്ങുന്നു. ചില അടിമത്തങ്ങള്, ചില ബന്ധനങ്ങള്, ചില ദുശ്ശീലങ്ങള്, ചില മാതൃകൾ, ദുർമാതൃകകള് ഈ മൊബൈലിലൂടെ കടന്നു വരുന്നു. അതിലൊക്കെ പെട്ടുപോകാതെ കർത്താവെ, പെട്ടുപോയ മക്കളെ മോചിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് ചേർത്ത് പിടിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട കൃപയും ബലവും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആ താഴ്മയെ കടാക്ഷിക്കുന്ന കർത്താവെ, താഴ്മയോടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കടാക്ഷിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കളിലും വലിയ കാര്യങ്ങൾ ചെയ്ത് ഇന്ന ദിനം ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഈ വലിയ പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മക്കൾ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും ആപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങയുടെ കൃപകൾ ചൊരിഞ്ഞ്, അങ്ങയുടെ വരങ്ങൾ ചൊരിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമായ വലിയ ദൈവിക ജ്ഞാനവും തിരിച്ചറിവ് നൽകി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കാര്യങ്ങളും ഉയർത്തി എല്ലാ കൃപകളും സ്വീകരിച്ചുകൊണ്ട് നന്ദിയോടെ ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ പ്രഭാതത്തില് ജോലിക്കായി പോകുന്ന മക്കള്, പഠിക്കാൻ വേണ്ടി പോകുന്ന മക്കള്, പരീക്ഷയ്ക്കായി പോകുന്ന മക്കള്, ഇന്റർവ്യൂവിനായിട്ട് പോകുന്ന മക്കള്, മീറ്റിങ്ങിനായി പോകുന്ന മക്കള്, ഏത് കാര്യത്തിന് വേണ്ടി പോകുന്ന മക്കളാണോ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങ് ചേർത്ത് പിടിക്കണം, അങ്ങനെ ശക്തി പ്രകടമാക്കണം. ഈ മക്കളുടെ എല്ലാ അവസ്ഥകളിലും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പറയത്തക്ക വിധത്തിൽ അങ്ങയുടെ കരബലം ഈ മക്കളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും, ജീവിത മേഖലകളിലും, ജോലി, ബിസിനസ്, പഠനം, ബിസിനസ് എല്ലാ മേഖലകളിലും അങ്ങ് പ്രകടമാക്കണമേ. ആമേൻ.